കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് കെൽപ്പനും കാന്താരിയും. ഇന്ന് ആ കലാരൂപം അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എല്ലാ മൂല്യങ്ങളെയും തിരികെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാസിക എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ആൻഡ് ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ 2-3 ദിവസം മുന്നേറ്റൊരു വീഡിയോ ആയിരുന്നു, നമ്മുടെ പ്രവീൺ പ്രണവ് റിലേറ്റഡ് ആ ഒരു വീഡിയോ ഇട്ട സമയത്തേക്ക് ഞാനത് പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തേക്ക് നമ്മൾ കുടുംബശ്രീ ആവാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ വ്യൂവേഴ്സിൽ ആർക്കൊക്കെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഞാനത് സർക്കാസ്റ്റിക് രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വേർഡ് പറഞ്ഞത്, അങ്ങനെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഏതൊക്കെയോ വ്യൂവേഴ്സിന് വിഷമങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിന്, ആ ഒരു വിഷമത്തിനും ഞാനാണ് പൂർണ്ണമായിട്ട് ബാധ്യസ്ഥ, ഞാനാണ് അതിനൊരു ഉത്തരവാദി. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാ കുടുംബശ്രീ പ്രവർത്തകരുടെ അടുത്തും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. ആൻഡ് ഇങ്ങനൊരു ക്ഷമാപണത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു കിങ് എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സ് ആണ്, അല്ലെ? ആ കസ്റ്റമേഴ്സ് ഇല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനമില്ല. അതേപോലെ തന്നെ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ കിങ് എന്ന് പറയുന്നത് അവരുടെ വ്യൂവേഴ്സ് ആണ്. എന്നെ പോലുള്ള ഓരോ ക്രിയേറ്ററും ഇവിടെ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഓരോ ക്രിയേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പോലെയുള്ള വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ കിങ്. അതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഏതൊക്കെയോ വ്യൂവേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടെ ക്ഷമ ചോദിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി പരദൂഷണം സംഭവമൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വാസികയാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആയിട്ട്, ഇപ്പം കുറച്ച് അടുത്തായാലും കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ നമ്മുടെ 24 ന്യൂസിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ലൈഫ് പാർട്ട്ണറെ പറ്റിയുള്ള കുറച്ച് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടക്കം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രണയം എന്ന് പറയുന്ന ആ ഫീലിങ്സിനോട് എനിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര പവിത്രമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കല്യാണം കഴിച്ചു, ഹസ്ബൻഡ്, ഞാൻ ഇപ്പോഴല്ല, കുറെ മുമ്പ് നമ്മുടെ സീത സീരിയലൊക്കെ നടക്കുന്ന സമയത്ത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര എന്താ പറയാ, എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഡോമിനേറ്റിംഗ് പവർ ഉള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല, അതായത് കുറച്ച് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ആളായാലും എനിക്ക് കുഴപ്പമില്ല. അത് എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ്. അത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, രാവിലെ എണീറ്റ് അദ്ദേഹത്തിന്റെ കാലൊക്കെ തൊട്ട് തൊഴുവണം എന്നുള്ളത്, അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. അത് നിങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ സ്ത്രീകളെ അടിച്ചമർത്തുന്നു, ആ ടോപ്പിക്കിനോടൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പം സ്വാസിക പറഞ്ഞു വരുന്നത്, സ്വാസിക ആഗ്രഹിക്കുന്ന ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഒരു കലിപ്പനാണ്, കട്ട കലിപ്പനാണ്. അതായത് പുറത്തിറങ്ങുമ്പോൾ ഷാൾ നിർബന്ധമായിട്ടും ഇടണം എന്ന് പറഞ്ഞു. അതായത് പറതിയിട്ടിറങ്ങിയാൽ പോലും ഷാൾ നിർബന്ധമായിട്ട് നീ ഇട്ടിരിക്കണം, സാരി ഉടുത്താലും ഷാൾ ഇട്ടിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പാർട്ണർ ആയിരിക്കണം. അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തണി എന്ന് പറഞ്ഞിട്ട് ചെബുക്കലടിച്ച് പൊളിക്കണം. എന്നിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകണമെന്ന് പറയും, അയ്യോ ഇടിയൊക്കെ വെട്ടുന്ന കേട്ടോ, ഫോണെങ്ങാനും കത്തിപ്പോവോ. അപ്പം എവിടെയൊക്കെ പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പോയല്ല, ഗംഗ ഇപ്പൊ പോകണ്ടെന്നൊക്കെ പറയും, ചെബുക്കല് കൊടുക്കാൻ നല്ല പൊട്ടിയിലൊക്കെ കൊടുക്കണം. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് വേണ്ട, നീ ഇനി മുതൽ സിനിമയിൽ അഭിനയിക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തി നിർത്താൻ കഴിയുന്ന ഒരു ഭർത്താവിനെയാണ് സ്വാസിക ആഗ്രഹിക്കുന്നത്. കരിപ്പനും കേന്താരിയും സത്യം. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക്ലി വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ പറയുമ്പോൾ, ഇവരെ പോലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് കുറെ ആൾക്കാർക്ക് നമ്മുടെ സമൂഹത്തിൽ ആരെയൊക്കെയോ പിന്നെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരൂലേ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ലാസ്റ്റ് ഒരു 1-2 ദിവസം മുന്നെയാണ് ക്യൂ സ്റ്റുഡിയോയിൽ കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂവില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇവിടെ വെക്കാം. സൈബർ ബുള്ളിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ്? അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ഇതിനെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നു. ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന് താഴെ നമുക്ക് എന്തായാലും ബാക്കി കൂടെ കാണാം. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല, ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായമുണ്ടല്ലോ, അപ്പോഴേ ഞാൻ തീരുമാനിച്ച. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, എന്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, ഇവരാരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു, അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കും അതിന്റെ റീസൺ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക്. അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ പോലുള്ള, ഇപ്പൊ അമീനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണം, അതാണ് ഒരു പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതല്ല പെർഫെക്റ്റ് സ്ത്രീ. സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം, അവര് ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം. കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വേറൊരു സംഭവമല്ല, അത് നോർമൽ ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ്.
എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട. ഇവിടെ ഇങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ നാട്ടിലുണ്ടോ? ആരെയാ വലത്തോട്ട് എനിക്ക് ഇക്വാളിറ്റി വേണ്ട, എനിക്ക് ഫ്രീഡം വേണ്ട. ഇവിടെ കുറെ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഞങ്ങൾക്ക് ഇക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ ഇക്വാലിറ്റി വേണോന്നൊക്കെ പറയുന്നത് എവിടെയാണെന്നൊക്കെ അറിയോ? ഇപ്പൊ ഒരു ആണും പെണ്ണും തമ്മിലൊരു ഇഷ്യൂ എന്തെങ്കിലും ഈ എന്താ പറയാ ഈ ഒരു പീഡന കേസ് സാധനങ്ങളൊക്കെ വരുമല്ലോ. അതായത് ഒരു 5-6 തവണയൊക്കെ ആണെങ്കിൽ പീഡനവും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതായത് ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ട് ആ 7ാമത്തെ തവണയോ 6ാമത്തെ തവണയോ ആയിരിക്കും ഇവർക്ക് പെട്ടെന്ന് ഇനിയിപ്പോ ഇവനെ വേണ്ട, അല്ലെങ്കിൽ അവനായിട്ട് ഒന്ന് പിരിയണം എന്നൊക്കെ ഇങ്ങനെ തോന്നി അവനോട് എന്തെങ്കിലും കലിപ്പ് തോന്നുമ്പോൾ 6ാമത്തെ 7ാമത്തെ തവണ നേരെ പറയും ഇവരെന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇക്വാലിറ്റി ആണ്, ഞങ്ങൾക്ക് ഇക്വാലിറ്റി ആണ്. അങ്ങനെ പറയുന്ന കുറെ ടീംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവരെയും അല്ല ചേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ നിൽക്കുന്ന കുറെ ആൾക്കാരെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു ലേഡി കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ്. എനിക്കിപ്പോ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഹസ്ബൻഡ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും, അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും, അല്ലെങ്കിൽ ഒരു കാര്യം അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനി അത് വരാനും പോകുന്നില്ല. എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ മൂന്നാമതൊരാള് ഇത് ഇൻഫ്ലുവൻസ് ആവേണ്ട കാര്യമില്ല, ഇത് ചെയ്യേണ്ട കാര്യമില്ല, ഇതാണ് ശരിയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷെ നാളെ എന്തൊക്കെ ഈ ലോകം മാറിയാലും നമ്മൾ പറയില്ല ഇപ്പം എന്താ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നു, സ്ത്രീകൾ ഭയങ്കര ഇതിൽ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും സ്ത്രീകൾക്ക് നാളെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഡെലിബറേറ്റ്ലി എടുത്തൊരു ഓക്കെ. അപ്പൊ ഇതിനകത്ത് സ്വാസ്തിക പറയുന്നത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ഇൻഫ്ലുവൻസ് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന് പറയുന്നില്ല. ഞാൻ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും സ്വാസ്തികയുടെ ഇഷ്ടം തന്നെയാണ്. എങ്ങനെ ജീവിക്കണം എന്നുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ട് ജീവിക്കണം, ഭർത്താവിന്റെ തല്ലും അടിയൊക്കെ കൊണ്ടിട്ട് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട, എങ്ങനെ അവിടെ പോകണ്ട, അല്ലെങ്കിൽ ആവരണം എടുക്കാൻ പോകണ്ട എന്നൊക്കെ പറയുന്ന ഒരു ഹസ്ബൻഡിനെയാണ് പറയുന്നത് സ്വാസ്തിക ഇഷ്ടം. അത് സ്വാസ്തികയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിനെ താരി വിടവിടാൻ വരേണ്ട ആവശ്യമില്ലടേ, ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ചെബുക്കല്ലേ ഉളക്ക് ഒരു അടി കൊടുക്കണം. എന്തിനാ ചേട്ടാ ഈ തല്ലിയെ ചുമ്മാ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡിനാണ് സ്വാസികയ്ക്ക് വേണ്ടുന്നത്. പക്ഷേ സ്വാസിക മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അല്ലെങ്കിൽ വിക്ടിമായിട്ട് നിൽക്കുന്ന കുറെ ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇത്രയും റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഈ സാരി ഉടുക്കുമ്പോൾ പോലും ഷാൾ ഇടണമെന്ന് പറയുന്ന കുറെ ടീംസ് ഉണ്ടേ. നമുക്കറിയാം, എൻ്റെ ഒരു പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ കാമുകിയുടെ അടുത്ത് അവളുടെ ഫോണില് നമ്മൾ ഈ റീൽസിലും ട്രോൾസിലും കാണുന്ന ഒരു സാധനം ഇല്ലേ, നിന്റെ ഫോൺ നമ്പർ ഫോണിലാണെങ്കിൽ എൻ്റെ അല്ലാതെ വേറൊരു ആണിൻ്റെ നമ്പർ ഉണ്ടാവാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ അച്ഛൻ്റെ നമ്പറൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ കുറച്ചുകൂടെ അവൻ ടോക്സിക് രീതിയിൽ അവൻ്റെ മെൻറ്റാലിറ്റിയോ പിന്നെ ഇടിയൊക്കെ വെട്ടുന്ന കേട്ടോ. പിന്നെ ടോക്സിക് രീതിയിലൊക്കെ അവൻ പോയി കഴിഞ്ഞാൽ അവൻ പറയും അച്ഛൻ്റെ നമ്പർ പോലും ഫോണിൽ സേവ് ചെയ്യണ്ട എന്ന് അവൻ ചിലപ്പോൾ പറഞ്ഞത്. ഒരാണിൻ്റെ മുഖത്ത് നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ആ കുട്ടി എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഞങ്ങളൊക്കെ അവനെ കുറേ മാറ്റാനൊക്കെ ശ്രമിച്ചിട്ട് കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവന് ഈ കുട്ടിയും കൂടെ ഒരു പുറത്തോട്ടൊക്കെ പോയപ്പോഴത്തേക്കിന് എവിടെയോ വെച്ചിട്ട് പന്തോത്ത് എവിടെയോ വെച്ചിട്ടാണെങ്കിൽ ഈ കുട്ടിയെ ആരുടെ മുഖത്തോട്ട് അങ്ങോട്ട് ഏതോ ആമ്പിളാർത്ത് നോക്കിയെന്തോ ചിരിച്ചു കാണിച്ചെന്തോ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ആ കുട്ടിയുടെ എന്തോ പഴയ കൂട്ടുകാരനെന്തോ അങ്ങോട്ടാണ് കൂടെ പഠിച്ചെന്തോ കുനിച്ച് നിർത്തിയിട്ട് കൂമ്പിന് പോട്ടോ മുതുവിനിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ലാസ്റ്റ് അവളാണെങ്കിൽ കരഞ്ഞ്, ഇത് തമാശയ്ക്ക് പറയണതല്ല, ഇത് ശരിക്കും അവൻ അങ്ങനെ ചെയ്തിട്ട് ആ കുട്ടി കരഞ്ഞ് വിളിച്ചോണ്ടാണ് പോകുന്നത്. എന്നിട്ടും അവന്റെ പുറകെ പോവാണ്, ചേട്ടാ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവക്ക് അവനോട് ഭ്രാന്തമായിട്ടുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പല ആൾക്കാരും സഹികെട്ട് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഈ പറയുന്ന സാഹസിക ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അവരുടെ ജീവിതം എന്താണെന്നുള്ളതൊന്നും സാഹസികയ്ക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ലൈഫിൽ ഉണ്ടായി കഴിയുമ്പോഴേ ഇതൊക്കെ അറിയത്തുള്ളൂ. ഇതുവരെ സാഹസിക ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ എക്സ്പെക്ടേഷൻസ് പറഞ്ഞു, കല്യാണത്തിന് മുമ്പും ശേഷം എക്സ്പെക്ടേഷൻസ് പറഞ്ഞു, ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സാധനമുണ്ട്. ആ ഒരു വിഷ്വൽസ് കൂടെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഹസ്ബൻഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മൈൽ സ്റ്റോണിൽ വന്നിട്ട് ഇന്റർവ്യൂവിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. പക്ഷെ എനിക്ക് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു പൈങ്കിളിയാണ്, അല്ലെങ്കിൽ ഞാൻ ഓവർ ഒരു റൊമാൻറ്റിക് ആണ്, കുറച്ച് ക്രിഞ്ചൊക്കെയാണ് ഞാൻ. അപ്പം എന്റെ സീത എന്ന് പറഞ്ഞ സീരിയലാണെങ്കിൽ അതിലും ക്രിഞ്ചായിരുന്നു. അപ്പൊ അതിൽ എന്റെ ഇന്ദ്രേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് ഒരു രാജ്ഞിയെ പോലെ കൊണ്ട് നടക്കുന്നു, ഞാൻ അത് ചെയ്യാം. അങ്ങനത്തെ ഒരു ഭർത്താവിന്റെ സെറ്റ്
ആ സീരിയലിനകത്തിലെ ക്യാരക്ടേഴ്സ് എന്താണോ അത് വിധിയിടങ്ങായി അതിനെ അങ്ങ് ആവാഹിച്ചെടുത്ത് പിന്നെ അങ്ങനായിട്ടൊക്കെ മാറിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എന്തോ തന്നെ ഇതൊക്കെ നിങ്ങളൊരു മറ്റേ ഇത് കഥാപാത്രത്തിൽ നിന്ന് വിട്ടിറങ്ങാനെ കൊണ്ട് താമസം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ സാരമാണോ ഇതൊക്കെ? എന്നാലും ഇത് പ്രേമം എന്ന് പറയുന്നത് എപ്പോഴും പൈങ്കിളിയാണ്, ക്രിഞ്ചാണ്, സംഭവമൊക്കെയാണ്. അത് ആസ്വദിക്കേണ്ട രീതിയിൽ ആസ്വദിക്കുക തന്നെ വേണം. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരും. എന്താണ് പ്രേമം ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പം കല്യാണത്തിന് ശേഷം ഈ എക്സ്പെക്ടേഷൻസ് പോലെയാണോ എന്നുള്ളത് പറയൂ സ്വസിക പറയൂ. കിട്ടണം, ഇങ്ങനെ ഒരാളെ കിട്ടണം എന്നൊക്കെ ആയിരുന്നു എന്റെ മനസ്സിലാവും. ഇങ്ങനെ എന്നെ കൊണ്ടുനടക്കുന്ന ഒരാളെ കിട്ടണം എന്നൊക്കെ. പക്ഷെ റിയാലിറ്റിയിൽ വന്നപ്പോ ഞാൻ ഈ ആളുമായിട്ട് അട്രാക്ട് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇതും ഒരു നല്ലൊരു ക്വാളിറ്റി ആണ്. പിന്നെ എനിക്ക് മനസ്സിലായി അതും അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൊഞ്ചിക്കുക, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇതാക്കുക, അല്ലെങ്കിൽ ഉമ്മ ലവ് യു, അതൊന്നും അല്ല. റിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആക്കി വെക്കാൻ അവർക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞ് ബഹളം വെച്ച് അല്ലെങ്കിൽ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആവുക അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ടെൻഷനും വരും, പല ടെൻഷനുകൾ വന്നാലും അതൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ എനിക്ക് മറക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഒന്നിനെ കുറിച്ച് നമുക്ക് ബോധപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നീ എനിക്ക് വേണ്ടി സമയം തന്നില്ല, നീ അത് ചെയ്തില്ല, നീ അപ്പൊ അവിടെ എത്തിയപ്പോ വിളിച്ചില്ല, നീ ഇങ്ങനെ ചെയ്തില്ല, നീ എവിടെ പോയി, മറ്റത് അങ്ങനെ ഒരു ചോദ്യമില്ല. എന്നാൽ എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് അങ്ങനെ ചോദിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ കുറച്ച് ഓവർ, ഞാൻ എപ്പോഴും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നെ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. എവിടെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് എനിക്ക് ഉത്തരം പറയാനും അതൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ കിട്ടിയ ആൾ അങ്ങനെ ഒന്നുമേ ചോദിക്കുന്നില്ല, എവിടെയാണ് ഏതാണ് എന്നൊക്കെ ഉള്ളത്. അതായത് നമുക്ക് അപ്പൊ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമ്മളെ കൊണ്ടു നടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു റിയൽ ലവ് എന്നുള്ളത്. എനിക്ക് അപ്പോഴാണ് ഞാനത് കൊള്ളാം. എങ്ങനെ ഇരിക്കണം എന്നിട്ട് പറയുന്നത് എന്ത്? അതായത് കല്യാണം കഴിച്ചിട്ട് എക്സ്പെക്ട് ചെയ്ത പോലൊന്നും അല്ല, എല്ലാവിധ ഫ്രീഡവും കൊടുക്കുന്ന, അതായത് പാർട്ട്ണറിന് അതേ ഒരു സ്ഥാനം സ്പേസ് കൊടുക്കുന്ന ഒരു പാർട്ട്ണറിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയിട്ട് ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ട്ണർ ഉള്ളതുകൊണ്ടല്ല ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യാനെ കൊണ്ട് ഇത്രയും സപ്പോർട്ടീവായിട്ടൊക്കെ നിൽക്കുന്നത്. നമ്മൾ കുറച്ച് എന്താ ബോൾഡായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴും ഇത്രയും സപ്പോർട്ടീവായിട്ട് ഒരാളില്ലെങ്കിൽ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനോ നിങ്ങളുടെ പാഷൻ ഇഷ്ടം അതിനനുസരിച്ച് പോകാനോ ഒന്നും കഴിയൂലേ. ഓക്കെ, അപ്പോൾ സ്വാസിക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എക്സ്പെക്ടേഷൻസും റിയാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ എക്സ്പെക്ട് ചെയ്ത കാര്യം റിയാലിറ്റിയിലും അതേപോലെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടിന് ജബക്കല്ല് മുളക്കി അടി കിട്ടുക, നീ അവിടെ ഇറങ്ങണ്ട, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അല്ലെങ്കിൽ ആഭരണം എടുക്കാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ആദ്യത്തെ കുറെ എക്സ്പെക്ടേഷൻ പോലെയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് ഇതാണ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടി വെട്ടിയാലുണ്ടാകുന്ന അവസ്ഥ. എപ്പോഴാണെന്ന് അറിയത്തില്ല നിർത്തി കത്തി പോകുന്നത്. കുറേ സമയമായി. ഇപ്പം ഞാൻ ഈ പരദൂഷണമൊക്കെ ഇപ്പം നിർത്തുകയാണ്, ഇല്ലെങ്കിൽ എന്തുണ്ടോ വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊന്നും നമുക്ക് അറിയൂല അത് എങ്ങനെയാണെന്നൊക്കെ. നമുക്കിത് പുറത്തുനിന്ന് ഇരുന്ന് ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ പരദൂഷണം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.